ഒക്കെ തൈകളാണ് കേട്ടോ, വാങ്ങിയതാണ്. തക്കാളിയും ചീന്തി തന്നെയാണ് അത് പൊളിച്ചത്. ചെറിയ ചെറിയ ചകിരിയാണ്. ഞാൻ കൊണ്ടുവരണോ? ആ ബാഗ് എടുക്കുമോ? ഗ്രോ ബാഗ് എടുക്കുമോ? ആ എന്നിട്ട് അതിൽ ചകിരി ഒന്ന് പിടിക്കേ. ഇങ്ങനെ വെച്ചിട്ട് മതി. ഇനി മണ്ണിട്. ഒരു ഇത്ര മണ്ണ് മതി കേട്ടോ. കുറേ ഇടണ്ട. അപ്പോൾ ഇതിലൊരു 3/4 മണ്ണിട്ടുണ്ട്. ഇനി ബാക്കി മണ്ണ് നമ്മൾ ചകിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി മണ്ണ് എപ്പോഴും ഇടറിയോ? ഇതൊന്നും കൂടി വലുതായി വന്നിട്ട് കേട്ടോ മണ്ണിടുക. അതിനെങ്ങനെ അവിടെ നിർത്തി വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗിൽ കുറച്ചും കൂടി ചകിരിച്ചോറും പിന്നെ മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇടും. ഇത് വയലറ്റ് ക്യാബേജാണ് കേട്ടോ. ഉണ്ടാവുമോ പിടിക്കുമോ ഒന്നും അറിയില്ല. തൈനൊക്കെ 5 റുപ്യയും 10 റുപ്യ ഉള്ളപ്പോൾ 10 രൂപയല്ലേ ഉള്ളൂ വിചാരിച്ചാണ്ട് വാങ്ങുകയാണ്. ക്യാബേജ് ഒന്നും ഉണ്ട് കേട്ടോ. അത് കായാവണമെന്നൊന്നുമില്ല. കായാവണമെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ വേണമെന്നൊന്നുമില്ല. അത് നമ്മൾ എന്താ പറയുക, അത് കെട്ടി കൊടുക്കണമെന്നില്ല. ഇല എടുത്ത് ഉപ്പേരി വയ്ക്കാം. നല്ല സ്വാദാണ്. ഇത് അങ്ങനെ ചകിരിട്ടുന്നതിൽ സുബ് അവസാനമൊക്കെ ആയപ്പോഴേക്കും കരിവ് കളിക്കാൻ തുടങ്ങി. മണ്ണ് നിറയ്ക്കുന്നത് ആത്മാർത്ഥത കുറഞ്ഞു. ചകിരി ഇട്ട് എന്താ ഗുണിച്ചാൽ ഈർപ്പം ഇങ്ങനെ നിൽക്കുമായിരിക്കും. പുതിയ മെഷീനാട്ടോ ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ്. കാണിച്ചു തരാട്ടോ, നല്ല രസമാണ്. ഇവര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമുക്കേ പുതുമ ഉണ്ടാവുള്ളൂ. വേറെ നിറയ്ക്കാം. നിറയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് സ്പീഡ് മതി. നല്ല രസമാട്ടോ. ക്യാബേജൊക്കെ ഈ ലെവലായി കേട്ടോ. വലുതായി പൊട്ടിച്ചു. തക്കാളിയുമേ നിറയെ തക്കാളികൾ ഉണ്ടായിരുന്നു. കുറേ എണ്ണം പൊട്ടിച്ചു. ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി വരും കേട്ടോ അടുത്ത് തന്നെ. ക്യാബേജ് ഇലത്തോരൻ റെസിപ്പി ഒരു സ്പെഷ്യലാണെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ.